പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിച്ചു നടന്ന കൊട്ടേഷൻ തലവൻ അർജുൻ ആയങ്കിയെ ഓടിച്ചിട്ട് പിടിച്ചു. അറസ്റ്റ് കണ്ണൂർ നഗരത്തിൽ നിന്ന് പുലർച്ചെ 2:30-ഓടെ. പോലീസ് വളഞ്ഞിട്ട് അകത്താക്കിയത് അഭിഭാഷകയെ കാണാനെത്തിയപ്പോൾ. ഒളിവിൽ കഴിയാൻ സഹായിച്ച 11 പേരും അറസ്റ്റിൽ. ആയങ്കിയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. വടകര ലഹരി കേസിൽ പിടിയിലായ അധ്യാപിക കീർത്തനയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ. കീർത്തനയുടെ അക്കൗണ്ടിലൂടെ 5 മാസത്തിനിടെ 15 ലക്ഷത്തിന്റെ ഇടപാടുകൾ നടന്നു. മറ്റു പ്രതികളെയും ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. നിരവധി കേസുകളിൽ ഇവർക്ക് ബന്ധം. KSRTC ജീവനക്കാരുടെ മരണത്തിനിടയാക്കിയ ബംഗളൂരു സൂപ്പർ ഡീലക്സ് അപകടത്തിന് കാരണം ഗുരുതരമായ അനാസ്ഥ. മരിച്ച മിഥിലേഷിന് വേണ്ടത്ര ഡ്രൈവിംഗ് പരിചയമില്ലെന്ന് സൂചന. ജീവനക്കാർക്ക് വിശ്രമം അനുവദിച്ചിരുന്നുവെന്ന് KSRTCയുടെ വിശദീകരണം. മരിച്ച മിഥിലേഷിന്റെയും അരുണിന്റെയും മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മുതലപ്പൊഴിയിലും നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ 10ാം ദിവസം തുടരുന്നു. നീണ്ടകരയിലെ ഗൗതമിനെ കണ്ടെത്താൻ സ്കൂബ ഡൈവിംഗ് സംഘം ഇന്നെത്തും. പരിശോധന നടത്തുക കാലാവസ്ഥ പരിഗണിച്ച്. ജോണിനെ കണ്ടെത്താത്തതിൽ മുതലപ്പുഴയിൽ കടുത്ത പ്രതിഷേധം തുടരുന്നു. വീണ്ടും കടുപ്പിച്ച് ഇറാൻ. ഉപാധികൾ അമേരിക്ക അംഗീകരിക്കാതെ ഹോർമുസ് തുറക്കില്ലെന്ന് പ്രഖ്യാപനം. അമേരിക്കൻ ശ്രമം ചർച്ചകൾ താളം തെറ്റിക്കാനെന്ന് സൈന്യം. ഹോർമുസ് തുറക്കലും ഒമാന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചയും തമ്മിൽ ബന്ധമില്ലെന്നും ഇറാൻ. ഹോർമുസിൽ ഇറാൻ കപ്പൽ ആക്രമിച്ചെന്ന് UAE. ഒമാൻ തീരത്തും കപ്പലാക്രമണമുണ്ടായെന്ന് UK വ്യാപാര സംഘടന. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് അമേരിക്ക. നീട്ടിക്കൊണ്ടുപോകാൻ ഇറാൻ ആവതില്ലെന്ന് ട്രംപ്. ഇന്ത്യ-US ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ പുതിയ നീക്കം. US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി. തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താൻ ചർച്ച. കരിങ്കടലിലേക്കുള്ള ചരക്ക് കപ്പൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി തുർക്കി. ഡാർഗനസ് കടലിടുക്ക് അടച്ചത് റഷ്യൻ എണ്ണ നീക്കത്തെ പ്രതിസന്ധിയിലാക്കും. തുർക്കി ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായത് പ്രകോപന കാരണം. ഹോർമുസിന് പിന്നാലെ പുതിയ പ്രതിസന്ധിയിൽ. എണ്ണവില ഇനിയും ഉയരുമെന്ന് ലോകരാജ്യങ്ങൾക്ക് ആശങ്ക. ലയണൽ മെസ്സിയുടെ പിതാവ് ഹോർഗെ മെസ്സി അന്തരിച്ചു. ജന്മനാടായ റൊസാരിയോയിൽ പ്രാദേശിക സമയം രാത്രി 10 മണിയോടെ അന്ത്യം. ആദരാഞ്ജലി അർപ്പിച്ച് മെസ്സി ആരാധകരും ക്ലബ്ബുകളും. ഗ്രീൻലൻഡിൽ എണ്ണക്കിണർ കുഴിക്കാൻ അമേരിക്കൻ കമ്പനിയുടെ നീക്കം. ശക്തമായ പ്രതിഷേധവുമായി ഗ്രീൻലൻഡ് ഭരണകൂടം. ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധമുള്ള കമ്പനിയെന്ന് ആക്ഷേപം.